അടിയില്ല. അത് വെച്ച് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണാപ്പിക്കാണേലും ബോബോയ്ക്കാണേലും എല്ലാം അത് തന്നെയാ. അവര് ജീവനോട് 2 ദിവസമായില്ലേ ബോബോയൊക്കെ കണ്ടിട്ട്? ഇല്ല ഇത്ര അവസ്ഥ. ഇത് പിത്തള, ഇത് പിത്തള്. നമ്മൾ എടുത്തപ്പോ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. സാമാനം അല്ലേലും അതിന് എല്ലില്ല. എടാ പൂച്ച എന്ത്? എന്നാ പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയുടെ മൃതശരീരം ഉണ്ടായിരുന്നു. നമ്മളതെടുത്ത് മാറ്റി കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അതല്ലേ ജീവിച്ചിരുന്നപ്പോ പോലും തോളത്ത് വെച്ച് നടന്നല്ലേടാ. അതിനെ മാറ്റല്ലേ, അടുത്ത് കൊണ്ടുവെക്ക്. അടുത്ത് വെക്കാം. അതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം അയച്ചിട്ടുണ്ട്. പൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ഇങ്ങനെ എന്തിനാ കൊണ്ടുവന്നത്? ചെയ്യണ്ടേ? DNA നടത്താൻ. ഇത് പിത്തള. ഇത് കൺഫേം ഹാർമോണൈസ്ഡ് പിത്തളിനെ കാണാതായത്. ഏതെങ്കിലും ഒരു ബന്ധുക്കൾ ആരെങ്കിലും ഈ സിറ്റിയിലുണ്ടെന്ന് അറിയോ? ആടാ നീ അത് കൊടുക്കുമ്പോ ഇപ്പൊ എണീക്കില്ല. പിത്തളിന് നമുക്ക് ലോകത്തിൽ ആദ്യത്തെ പുണ്ടച്ചി നീ ആയിരിക്കും ലെക്സ്. എണ്ണിറത ഇത് കൊടുത്താലാ? പിത്തലിന് ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ ഇവിടെ? പിത്തലിന്റെ നമുക്ക് അല്ല ആരെങ്കിലും ഒരാള് പണ്ട് പുള്ളി പറയണൊക്കെ വല്ല കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇത് ആരാ സ്പാം ചെയ്യണേ? ഇനി അടുത്ത് നീ മെന്നാണ് കിട്ടാൻ. സ്ട്രീംലാബ്സ് സെറ്റിംഗ്സ് ഓഡിയോ സ്ക്രോൾ ഡൗൺ ടു അഡ്വാൻസ് ലുക്ക്. അടക്കട എങ്ങനെ വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ? അവൻ പറഞ്ഞത് കൺസിഡർ ചെയ്തില്ലെന്ന് വേണ്ട. സ്ട്രീം ലാബ്സിലെ സെറ്റിംഗ്സിൽ ഓഡിയോ ഡൗൺ ടു അഡ്വാൻസ് ഓക്കെടാ. എൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓഡിയോ ബഫർ സ്ട്രീം ഡിലേ നീ പറഞ്ഞ സാധനം മാത്രം എൻ്റെ അകത്തില്ല കേട്ടാ. ബാക്കി എല്ലാം ഉണ്ടേ. അങ്ങനൊരു സാധനം ഇല്ലടാ എനിക്ക്. ഇതെങ്ങനെ എടുക്കുക? ആൾക്കാർ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ഇല്ലടാ അങ്ങനെ ഒരു സാധനം ഇല്ല ഇതിനകത്ത് അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഹലോ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ കുറച്ചൊന്ന് നേരം ഒന്ന് ഇതെങ്ങനെ എണീറ്റ് ആടുന്നല്ലേ കാട്ടില? ഹലോ സൗണ്ട് വരില്ലല്ലോ. മാറിടാ. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ CPR കൊടുത്ത എണീറ്റ് വരുന്ന. CPR കൊടുത്താൽ എണീറ്റ് അസ്ഥി കൂടവാ. പിന്നെ ഇതെങ്ങനെ എണീറ്റ്? ഇവന് ഹലോ കഴുത്ത് താഴ്ന്നു. കഴുത്തൊടിക്കാൻ എന്തൊരിത്? ഞങ്ങള് നല്ല ടെൻസിലായിരുന്നു. വാ എന്നാലും താഴോട്ടിരിക്കാം. വാ എത്ര വട്ടം ലൈനപ്പിലിടാതെ മാറി മാറ്റിയിരുത്തിട്ടുണ്ടെന്ന് അറിയോ? അതിന്റെ ഒരു വൈരാഗ്യം അങ്ങനെ മനസ്സിലുണ്ടാവും എന്തായാലും. അതിന് ഇനി ഇറങ്ങി വാസുവിന്റെ ദേഹത്തോട്ട് വല്ല കയറും. ശവത്തിനെ മൂടണ്ട. ഞാൻ ഇവിടെ ഒന്ന് മാറിയേ. ചന്ദ്ര അതിനെ എടുത്തെടുത്ത് കൊണ്ട് ചന്ദ്ര നീ എവിടെ പോവാ? പിത്തല് അവിടെ നിക്കുന്നത്. പിന്നെ പ്രേതം വന്നാ നീ ഇത് എവിടുന്ന് കൊണ്ടുവന്നേ? ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫ് സാബ്ഗുരു നൈറ്റ് ക്ലബ് ഒഫീഷ്യലി ടുഡേ 11 മണി. 11 മണിക്കാണോ എന്നെ വിളിച്ചിട്ടുണ്ട്? ദുർമരണം. ഇവിടെ മൂടാം. ഇങ്ങോട്ട് കേറ്റി കിടത്ത്. ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് പറ്റിയത് ചന്ദ്ര കാമാത്ര ഇറങ്ങ മാട്ടേക്കുന്നതാ. ആ മീശ താടി വെച്ചിങ്ങനെ കരയല്ലേ അടിക്കാൻ തിരിക്കുക കേട്ടാ. അടിക്കലടാ പോ. ഇപ്പൊ ശരിക്കും ചന്ദ്ര കുഴിച്ചിട്ടാ കൊണ്ടോ ഇത് എവിടെ എടുത്തത് വെച്ചാ? എണീറ്റ് കിടക്കുന്നു. എവിടുന്നു അഡ്മിനെ വേഷം കെട്ടി കൊണ്ടുവന്നതാ. അപ്പാ
ഞാൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് ആഗ്രഹിച്ചു പോയി അത് പിത്തലായിരുന്നെങ്കിലെന്ന്. എന്ത് ആ തോറ്റി വാസുവിനെ അപ്പാ മര്യാദ കൂട്ടുകുള്ള തൂക്കിയിട്ടുണ്ട് എന്നെ തൂക്കിയിട്ട് വന്നത് തന്റെ നല്ല മുന്നുള്ള ആള്. ഒരു സെക്കൻഡ്. നീ കഞ്ചാവ് വല്ലോ ആണോടാ നീ? അങ്ങനെ വെടിവെച്ചേ. അയ്യോ വടി പോലെ നടക്കണോ അങ്ങനെ? മാംസം ഉള്ളവരൊക്കെ ദേ താഴെ കിടക്കണത്. യാറിയാൻ തൂക്കത്തൊക്കെ എടുത്തത് അതമ്മ ചൊല്ലി അപ്പാ എടാ ലോയലിറ്റി പോയിന്റ് പോയടാ. പോയിന്റ് ഒക്കെ തരും. ഇത് 15 തരും. എടുക്കട്ടെ, ഞാൻ ഈ ബോഡി എടുക്കുവാണേ. ഒരു മിനിറ്റ്. അടക്കാം. 4000 വാസുവിനെ ആ നല്ല മുന്നാണ്. നൈസല്ലേ? ചന്ദ്രനെ ഇട്ട് കഴിഞ്ഞാല് എനിക്കൊരു കാര്യം മനസ്സിലായി വാസുവിനെ. ചന്ദ്രനോട് നമ്മളെ വെടിവെക്കാൻ പറഞ്ഞാൽ മതി, എങ്കിൽ ഓപ്പോസിറ്റ് അപ്പാ ഈ 4380 ലോയൽറ്റി പോയിന്റ് കുറവാണോ കൂടുതലാണോ? 4380 ലോയൽറ്റി പോയിന്റ് കുറവല്ലേ? അപ്പൊ അതിൽ നിന്ന് 100 കൂടെ പോയി ഇപ്പൊ. പോയല്ലേ? എന്തൊരു ഒരു ഉപകാരം ഇല്ലാത്ത കൊറേ എണ്ണം. ഇവനെയൊക്കെ ഇതിന്റെ കോരിയുടെ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റണം.